നമസ്കാരം. 2-3 ദിവസങ്ങളായിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു വീഡിയോയാണ് 10 രൂപയുടെ ഒരു കുപ്പി പാരച്യൂട്ട് കൊണ്ട് അഭിഷേകം നടത്തി ജീവിതം മാറിമറിഞ്ഞ ഒരു പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം. ഒരു പാസ്റ്ററാണ് ഇങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാസ്റ്റർമാരുടെ ഉടായ്പകളെ സംബന്ധിച്ച് ഇതിന് മുൻപും ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളുമായിട്ട് ഇവർ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഇതൊക്കെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണം എന്ന് പോലും നമുക്കറിയാത്ത ഒരവസ്ഥയാണ്. ഒരു പാരച്യൂട്ടിന്റെ 10ന്റെ ബോട്ടിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആ മനുഷ്യൻ എൻ്റെ തലയുടെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു. ഒരു സ്വത്രം പറഞ്ഞേ. ഒരാൾ പാസ്റ്ററുടെ തലയിലേക്ക് 10 രൂപയുടെ ഒരു പാരച്യൂട്ടിൻ്റെ ബോട്ടിൽ പൊട്ടിച്ച് ഒഴിച്ചു. ഒരു സ്തോത്രം പറഞ്ഞെന്ന്. എന്തിനാ പാസ്റ്ററെ? എന്തിനാ സ്തോത്രം പറയുന്നത്? എന്തിനാ വിശ്വാസികളെ ഇങ്ങനെ നാണം കെടുത്തുന്നത്? നിങ്ങൾക്ക് അഭിഷേകം എന്താണ് എന്നതിനെക്കുറിച്ച് ധാരണയില്ല. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് ധാരണയില്ല. നിങ്ങൾക്കൊരു ബിസിനസ് മാത്രമാണ് ഈ ബൈബിൾ, അല്ലേ? ബൈബിൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ ഒരു കാലത്തും വിശ്വാസികളെ വേദനിപ്പിക്കുന്ന തരത്തിൽ, പരിഹാസ്യരാക്കുന്ന വിധത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയില്ല. ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിൽ, വിശ്വാസി സമൂഹത്തെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിലാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെല്ലാം കൂടെ ചേർന്ന് ഇവർക്കെതിരെയൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര മോശമാക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അതും ഒരുപാട് പ്രായമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒരു ചെറുപ്പക്കാരനാണ്, ഒരു യുവാവാണ്. അതോ ഒരു കൗമാരപ്രായക്കാരനാണോ എന്നറിയില്ല. ഇയാളെക്കുറിച്ചുള്ള, ഈ പാസ്റ്ററെ കുറിച്ചുള്ള ഒരുപാട് കമൻറ്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു. ഒരുപാട് അച്ഛനമ്മമാരെയൊക്കെ, പ്രായത്തിന് മുതിർന്ന എല്ലാവരെയും എടി, പോടി, നീ, എടാ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവരെയൊക്കെ വിളിക്കുന്നത് കേട്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. പിന്നെ ഈ പാസ്റ്ററെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ, വിമർശിച്ചാൽ പാസ്റ്ററുടെ പിതാവ് രംഗത്ത് വന്ന് അവരെയൊക്കെ ഭീഷണിപ്പെടുത്തും. അതൊക്കെയാണ് ഇവരുടെ രീതികൾ എന്നൊക്കെ പറഞ്ഞ് നിരവധി കമൻറ്റുകൾ കണ്ടു. ഇതൊക്കെ വിശ്വാസികൾക്ക് ചേരുന്നതാണോ? പാസ്റ്റർമാർക്ക്, പുരോഹിതന്മാർക്ക് ചേരുന്നതാണോ? ഏതെങ്കിലും ഒരു യഥാർത്ഥ പുരോഹിതൻ ഇങ്ങനെ മോശം പ്രസംഗങ്ങളും കാഴ്ചവെച്ച് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ബൈബിൾ എന്താണെന്ന് അറിയാമോ എന്ന് ഞാൻ വീണ്ടും എടുത്ത് ചോദിക്കുകയാണ്. അമ്മ മുമ്പിലിരുന്ന ഞാൻ ആ എണ്ണ ഒഴിച്ചതിൽ പിന്നെ ഞാൻ പുറകോട്ട് പോയി. എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ നാവിൽ പുതിയൊരു ഭാഷയുണ്ട്. പാരച്യൂട്ടിൻ്റെ ഒരു 10ന്റെ കുപ്പി പൊട്ടിച്ച് തലയിലോട്ട് ഒഴിച്ചപ്പം എഴുന്നേറ്റ് പുറകോട്ട് ചെന്നിരുന്നു. പിന്നീട് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പം നാവേൽ ഒരു പുതിയ ഭാഷ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ആ ഭാഷ ഏതാണെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഇത്രയും ഭാഗമാണിപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. കണ്ടപ്പോൾ വളരെ വേദന തോന്നി കേട്ടോ. നമ്മൾ കാര്യം ഇങ്ങനെയുള്ള പാസ്റ്റർമാരുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന ആളല്ല എങ്കിൽ പോലും ഇതൊക്കെ യഥാർത്ഥമായിട്ട്, ഇതൊക്കെ വളരെ ഗൗരവമായിട്ട്, ദിവ്യമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമുണ്ട്. ചെറുതാണെങ്കിലും അവരെയൊക്കെ ആക്ഷേപിക്കുകയാണ് ഈ ചെയ്യുന്നത്. ഇവരൊന്നും ബൈബിളിലല്ല ജീവിക്കുന്നത്, ബൈബിളല്ല ഈ പറഞ്ഞു നടക്കുന്നത്. സ്വന്തമായിട്ട് കുറേ ദർശനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, സ്വന്തമായിട്ട് കുറേ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ബിസിനസ് ആക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലാണ് സർവ്വസാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഇതിലേക്ക് വലിച്ചടുപ്പിക്കാൻ പറ്റുന്നത്, എന്തൊക്കെ അത്ഭുതം പ്രസംഗിച്ചാലാണ് പാവപ്പെട്ട മനുഷ്യരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്, അതൊക്കെ വെറുതെ വിടുവ പറഞ്ഞ് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പ്രസംഗിച്ചുകൊണ്ട് വിശ്വാസ സമൂഹത്തെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വിവരമുള്ള ഏതൊരാൾക്കും, ബൈബിൾ അറിയുന്ന ഏതൊരാൾക്കും, ആത്മീയതയിൽ ആകൃഷ്ടരായിരിക്കുന്ന അല്ലെങ്കിൽ ആത്മീയതയെക്കുറിച്ച് അല്പമെങ്കിലും അറിയാവുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇതൊക്കെ തട്ടിപ്പുകളാണെന്ന്. ഇവരെ പോലെയുള്ളവരൊക്കെയാണ് സുവിശേഷ പ്രസംഗത്തെ വളരെ പരിഹാസ്യമാക്കി മാറ്റിയത്. ഇപ്പോൾ യഥാർത്ഥ സുവിശേഷ പ്രസംഗികരെ കണ്ടാലും ഒരു എന്താണ്, നിങ്ങളിങ്ങനെ നടക്കുന്നതല്ലേ, തട്ടിപ്പും പറ്റീരുമായിട്ട് നടക്കുന്ന ആളുകളല്ലേ എന്ന രീതിയിൽ മനുഷ്യർ കളിയാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോമഡിയാക്കി സുവിശേഷ പ്രസംഗത്തെ മാറ്റിയത് ഇവരെ പോലെയുള്ളവർ തന്നെയാണ്, അല്ലാതെ പുറത്തുനിന്ന് ആരുമല്ല. ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളൊക്കെ ഇവർ പാരച്യൂട്ടിൻ്റെ എണ്ണ എടുത്ത് തലവഴി ഒഴിച്ചപ്പോൾ ഇയാൾക്ക് പുതിയ ഏതോ ഒരു ഭാഷ കിട്ടി, ഇയാളുടെ ജീവിതം അങ്ങ് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ വേണ്ടി ഇരിക്കരുത്. ഇതൊക്കെ വിഡ്ഢിത്തമാണെന്ന് തിരിച്ചറിയാൻ ഓരോ വിശ്വാസികളും ശ്രമിക്കണം. ഇവരെയൊക്കെ അന്ധമായിട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത്. അഭിഷേക തൈലം എന്ന വേറെ ഒന്നിനെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. അതാണോ ഇയാൾ ഉദ്ദേശിച്ചതെന്നറിയില്ല. പാരച്യൂട്ടിൻ്റെ ബോട്ടിൽ എന്നൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇയാളുടെയൊക്കെ ധൈര്യം എത്രത്തോളമാണ്? മറ്റുള്ളവർ എത്ര മണ്ടന്മാരാണെന്നാണ് ഇവരൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം, വിശ്വാസികൾക്ക് ആദ്യം വചനം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ബൈബിൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അഭിഷേകം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അത്ഭുതങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, ദൈവത്തിൻ്റെ അടയാളം എങ്ങനെ സംഭവിക്കുന്നു എന്നതിനൊക്കെ അവർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, തെളിയിക്കപ്പെട്ടിട്ടുള്ള ധാരണകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവന്മാരെ പോലെയുള്ള വ്യാജന്മാർക്ക് നിങ്ങളുടെ അടുത്തൊന്നും വന്ന് പയറ്റാൻ കഴിയില്ല.
ഇവരൊക്കെ പലപ്പോഴും ഇവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ പറയുന്നതൊക്കെ കള്ളമായിരിക്കും. ഇവരുടെ സ്വപ്നത്തിൽ ദൈവം വന്നു ഇവരോട് ഇങ്ങനെ അരുൾ ചെയ്തു, നിനക്ക് ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു, അത് റെക്കോർഡ് ചെയ്തു. എത്ര മോശമാക്കുകയാണ്, ദൈവത്തെ തന്നെ അധിക്ഷേപിക്കുകയല്ലേ. ഇവരിതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? 10 രൂപ കയ്യിൽ കിട്ടുക, അതെടുത്ത് പോക്കറ്റിൽ വെക്കുക, അതിനപ്പുറം മറ്റൊന്നുമില്ല. തല വെച്ചു കൊടുക്കാൻ വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഇവരെയൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസികൾ ഉള്ളിടത്തോളം കാലം ഇവരൊക്കെ വലിയ വീടും ബൈക്കും കാറും ഒക്കെ വാങ്ങിച്ച് സുഖമായിട്ട് ആഡംബരമായിട്ട് ജീവിക്കും. നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറില്ല എന്ന ഒരു ഉറപ്പെടുത്താൽ, ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെന്ന് നമ്മുടെ പൈസ മുടക്കില്ല, നമ്മുടെ സമയം മുടക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം മുടക്കില്ല എന്നൊരു തീരുമാനം എടുത്താൽ ഇവരെ പോലെയുള്ളവരൊക്കെ താനേ ഇല്ലാതായിക്കോളും. ആളുകൾ ഉള്ളിടത്തോളം കാലം, പറ്റിക്കപ്പെടാൻ ആൾ ചെല്ലുന്നിടത്തോളം കാലം ഇവരൊക്കെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുമ്പോഴും അബദ്ധങ്ങൾ പറയുമ്പോഴും മുന്നിലിരുന്ന് കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ആളുകളുണ്ട് എന്നതാണ് ഇവരെയൊക്കെ വളർത്തുന്നത്. സുവിശേഷ പ്രാസംഗികർ ദയവ് ചെയ്ത് യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രസംഗിക്കുക. നിങ്ങളുടെ തൊഴിൽ വേണ്ട എന്ന് ഇവിടെ ആരും പറയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗം അതാണെങ്കിൽ അത് ചെയ്യണ്ട എന്ന് ആരും പറയുന്നില്ല. അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പക്ഷേ പറയുന്നതിനും ചെയ്യുന്നതിനും ഒരല്പമെങ്കിലും ആത്മാർത്ഥത വേണം, അല്ലേ? നിങ്ങളുടെ വിശ്വാസത്തെ തന്നെ നിങ്ങൾ കച്ചവടമാക്കരുത്, അതൊരിക്കലും നിങ്ങൾക്ക് ഉതകുകയില്ല. ഓരോരുത്തരൊക്കെ ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി. അതൊക്കെ വളരെ തെറ്റാണ്. നിങ്ങളുടെ പരമ്പരകൾ പോലും അതുകൊണ്ട് ഗുണം പിടിക്കുകയില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ദ്രോഹമേ ഉപദ്രവമേ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ, നഷ്ടങ്ങളെ ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നതിലും ഭേദം എന്തെങ്കിലും ശാരീരികമായിട്ട് അധ്വാനിച്ച് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതാണ്. അല്ല, നിങ്ങളുടെ വഴി ആത്മീയതയാണ്, അത് പ്രസംഗിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് മാത്രം പ്രഭാഷണങ്ങളിൽ ഏർപ്പെടുക. മനുഷ്യരെ പറ്റിക്കാതിരിക്കുക, വിഡ്ഢികളാക്കാതിരിക്കുക.